ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നല്ല തണുപ്പാണ്, വിൻ്ററാണ്. ഇവിടെ 5 മണിയായിട്ടുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നല്ല ഇരുട്ടായി ഇപ്പം തന്നെ. ഇന്ന് ന്യൂസിലൻഡിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡേ ആണ്. എല്ലാവരും ബിഫ ജോബ്സ് ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേർക്ക് പെട്ടെന്ന് തന്നെ ആ ബിഫ ജോബ്സ് അപ്ലൈ ചെയ്തിട്ട് കിട്ടി. ബിഫ ജോബ്സ് അപ്ലൈ ചെയ്താൽ കിട്ടാനായിട്ട് എളുപ്പമാണെന്നല്ല പറയുന്നത് കേട്ടോ. നമ്മളെല്ലായിടത്തും ശ്രമിക്കുന്ന കൂട്ടത്തിൽ ആ UK കമ്പനിയിൽ കൂടി ഒന്ന് ശ്രമിച്ചേക്കുക കേട്ടോ. ഇവിടെ അൺസ്കിൽഡ് ജോബ്സ് മുതൽ സ്കിൽഡ് ജോബ്സ് വരെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും താഴെയുള്ള ബിഫ കമ്പനി എന്തിനെ കുറിച്ചുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ വേസ്റ്റ് മാനേജർ, അതിന് താഴെയുള്ള ജോലികൾ വേസ്റ്റ് കളക്ട് ചെയ്യൽ, റീസൈക്കിൾ ചെയ്യൽ, ഇതുപോലുള്ള ജോലികളൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുപോലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസിലുള്ള താഴ്ന്ന വർക്കുകളുണ്ട്. അതുപോലെ തന്നെ സ്കിൽഡായിട്ടുള്ള വർക്കുകൾ അതിലുണ്ട്. അഡ്മിനിസ്ട്രേഷൻ വർക്കുണ്ട്, അതുതന്നെയല്ല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജോലികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇന്നിപ്പോൾ എന്തെല്ലാം ജോബ് ഉണ്ടെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഇടാം കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബിഫ ജോബ്സിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യോജിച്ചതെന്ന് തോന്നുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ വേക്കൻസീസിനും അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുക. നിങ്ങൾക്ക് കിട്ടും. ആദ്യം മുതൽ ഞാൻ പറയുന്നതാണ്, ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലുള്ള കമ്പനീസിലുള്ള ജോലിക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുക. അതുപോലെ ഒരു UK CV ഫോർമാറ്റ് ഉണ്ടാക്കുക. UK ഫോർമാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലുള്ള ഒരു CV ഉണ്ടാക്കുക. ഒരു കവർ ലെറ്റർ കൂടി ഉണ്ടാക്കുക. ഇതിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ വേണം നിങ്ങളിവിടെ ചെയ്യാനായിട്ട്. UK ഉള്ളൊരു കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് എല്ലാം പഠിച്ചു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിൽ നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ IELTS OET PT ഏതെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതായത് എംപ്ലോയേഴ്സിന് ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും നിങ്ങൾക്ക് ജോലി തരാനായിട്ട്. അപ്പോൾ എല്ലാ ജോലികളും പോയിട്ട് നിങ്ങൾ അതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനിവിടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇന്ത്യൻ സമയം 4-5 മണിക്കുള്ളിൽ, 4-4:30 ആ ടൈമിലാണ്. പക്ഷേ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ സംശയം ചോദിച്ചു. ആ സംശയത്തിനൊക്കെ ഞാനിവിടെ റിപ്ലൈ കൊടുത്തു കേട്ടോ. വീണ്ടും അതിൻ്റെ താഴെ വേറെയും കുറച്ച് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ലൈവിൽ വരുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവരും പോയിട്ട് നിങ്ങൾക്ക് പറ്റിയ എല്ലാ ജോബ്സിനും അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നതിൽ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇപ്പോൾ UK ന്യൂസിലൻഡിലാണോ ഓസ്ട്രേലിയയിലാണോ അതൊന്നും നോക്കരുത്. നിങ്ങൾ അതുപോലുള്ള രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഒരു ദിവസം 5-6 ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. സാധിക്കുന്ന കാര്യമൊന്നുമല്ല അല്ലേ? ആഴ്ചയിലെങ്കിലും 5-6 ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്വാളിഫിക്കേഷൻ നേടാനായിട്ട് നോക്കുക കേട്ടോ. ഇപ്പം ഈ ലാംഗ്വേജിൻ്റെ ക്വാളിഫിക്കേഷൻ നേടിയെന്ന് വെച്ച് സംസാരിക്കണമെന്നില്ല. അത് സംസാരിക്കുന്നതൊക്കെ ഇതുപോലുള്ള രാജ്യത്ത് ചെന്നിട്ടാണ് നമ്മൾ സംസാരിച്ചൊക്കെ പഠിക്കുന്നത്. ഞങ്ങളും ഇങ്ങോട്ടൊക്കെ വന്ന സമയത്ത് വലിയ സ്പീക്കേഴ്സൊന്നും ആയിരുന്നില്ല. ഇവിടെ വന്ന് ഓരോരുത്തരും പറഞ്ഞു കേട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് നാൾ നമുക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അതിലുള്ള വേർഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇവരിതിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്കത് താനേ വന്നോളൂ. അല്ലാണ്ട് നാട്ടിൽ നിന്ന് തന്നെ വലിയ സായിപ്പായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് പോകണമെന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി വേഗം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തേ. അപ്പോൾ ഇന്നത്തെ ബിഫ ജോബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആ ബിഫ ജോബ്സിൻ്റെ വെബ്സൈറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ സെർച്ച് ഫോർ റോൾസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് റോൾസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഡാറ്റ അനലിസ്റ്റ്, എഞ്ചിനീയറിംഗ്, സ്കിൽഡ് ജോബ്സും ഉണ്ട്, അൺസ്കിൽഡ് ജോബ്സും ഉണ്ട്. HGV ടെക്നീഷ്യൻ, LG V2 ഡ്രൈവേഴ്സിന് ഒരുപാട് ആവശ്യമുണ്ട്. അടുത്തത് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ ലോഡർ ഓപ്പറേറ്റീവ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡ്രൈവർ, അവർക്കും കൂടുതൽ വിദ്യാഭ്യാസം ആവശ്യമില്ല. ട്രെയിനിങ് സൂപ്പർവൈസർ, അത് ഡ്രൈവിങ്ങിനാണ് ആ സൂപ്പർവൈസറെ വിളിച്ചിട്ടുള്ളത്. ഇതൊക്കെ പല സ്ഥലത്തേക്കാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി കണ്ടാലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. HGV ടെക്നീഷ്യൻ, അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ എൻജിനീയറിംഗ് ജോബ്സും ഇവിടെ ഉണ്ട്. ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ,
LGV2 ഡ്രൈവർ. ഇത് മാത്രമല്ല കേട്ടോ, കണ്ടോ എത്ര ഡ്രൈവേഴ്സിനെയാണ് വിളിച്ചേക്കണേന്ന് നോക്കി. ഷിഫ്റ്റ് എഞ്ചിനീയറിംഗ് സൂപ്പർവൈസർ, കോൺട്രാക്ട് സപ്പോർട്ട് മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ, സപ്ലൈ ചെയിൻ. അടുത്തത് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഇതുപോലുള്ള ജോബ്സും ഉണ്ട്. സീനിയർ എഞ്ചിനീയറിംഗ് സൂപ്പർവൈസർ. വീണ്ടും ഡ്രൈവേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, 4 ഡ്രൈവേഴ്സിനെയാണ് വിളിച്ചിട്ടുള്ളത്. അടുത്തത് ഇത് മൾട്ടിപ്പിൾ റോൾസാണ് കേട്ടോ. HGV ടെക്നീഷ്യൻ, അഡ്മിനിസ്ട്രേറ്റർ, 6 months ഫിക്സ്ഡ് ടൈം കോൺട്രാക്റ്റ് ജോബ്സ് ഒന്നും ഇങ്ങനെ സ്പോൺസേർഡായിട്ട് കൊടുക്കില്ല. LG2 ഡ്രൈവർ, ട്രാൻസ്പോർട്ട് മാനേജർ. വീണ്ടും ഡ്രൈവേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. സീനിയർ കൺട്രോൾസ് ടെക്നീഷ്യൻ, LG2 ഡ്രൈവർ, LG2 റോറോ സ്കിപ്പ് ഡ്രൈവർ. ഇങ്ങനെ ഒരുപാട് ജോബ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് വീണ്ടും ഒരുപാട് ജോബുകൾ ഇവിടെ താഴെ കാണാൻ സാധിക്കും. മൾട്ടി സ്കിൽഡ് ഓപ്പറേറ്റർ, ബിഡ് കോഓർഡിനേറ്റർ, ലോഡർ ഓപ്പറേറ്റീവ് തന്നെ പല സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ പോയിൻ്റ് ഓഫീസർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ. ഇങ്ങനെ ഒരുപാട് ജോബ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ജോബ്സിനൊക്കെ നിങ്ങൾ സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നതിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലുള്ള CV ഒക്കെ ഉണ്ടാക്കണം, ഒരു കവർ ലെറ്റർ ഉണ്ടാക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും പാടില്ല. ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല, ലിങ്ക്ഡിനിൽ ഉണ്ടാക്കുന്ന പ്രൊഫൈലിൽ വഴി നിങ്ങൾക്ക് അവിടെയുള്ള വിഫയിൽ ജോലിയുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. ചിലർ നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് റിപ്ലൈ തരും. അങ്ങനെ റിപ്ലൈ ചെയ്യുന്നവരായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ടൊരു റെഫറൻസ് നേടാനായിട്ട് നോക്കുക കേട്ടോ. ഈ വിഫയിൽ ജോലിയുള്ള ഒരാൾ നിങ്ങളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോലി കിട്ടും. അപ്പോൾ അയാൾക്ക് നിങ്ങളെക്കുറിച്ച് വിശ്വാസം ഉണ്ടാക്കിയെടുക്കലാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, ആലോചിച്ച് തീരുമാനിക്കുക. ഈ ജോബ്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ എല്ലാ ജോബ്സിനും ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ലൈവിൽ കാണാം. അതുകൂടാതെ അടുത്ത വീഡിയോയിൽ വരുന്നവരെ see you, bye.